ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു റിവ്യൂ ആയിട്ട് വന്ന റിവ്യൂ അല്ല, ഒരു അൺബോക്സിങ് റിവ്യൂ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മീഷോയിൽ നിന്നൊരു കൊറിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2 വാങ്ങിച്ചു. അപ്പം ഇരിക്കപ്പുറത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും പൊട്ടിച്ച് നോക്കി. സംഭവം കൊള്ളാമെങ്കിലല്ലേ നിങ്ങളോട് കാണിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എന്തുവാന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിയിലാണ് നിൽക്കുന്നത്, അതായത് പെരയുടെ മണ്ടയ്ക്കാണ്. അപ്പോൾ വെളിയിലെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തമ്പോലത്തിൻ്റെയൊക്കെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് എനിക്കിവിടെ. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഓൺ വോയിസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഒത്തിരി വെച്ച് ലാഗ് അടിപ്പിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിനൊരു കവറാണ് കേട്ടോ. കവർ വന്നിട്ട് ഇതാണ്, നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല രസമുള്ളൊരു ഫോൺ കവറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ വീട്ടിൽ കാണിച്ചപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഒരു പേടി. കാരണം ഇത് ഫുൾ അഴുക്കാവും. ട്രാൻസ്പെറൻറ്റ് കവറുള്ളവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. കാരണം അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു വൈറ്റ് കളർ പോയിട്ട് നമ്മുടെ കയ്യിലുള്ള കളർ ഇങ്ങനെ മഞ്ഞയായിട്ടും ചിലരുടെ ഇങ്ങനെ പച്ച പോലെയൊക്കെ കറ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ആവുമെന്ന് പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഈ സാധനം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. കാരണം ഒരുപാട് തവണ ഞാൻ ആലോചിച്ചു, വേണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് ലാസ്റ്റ് എന്തും പറ്റാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഇതെങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഇതാണ്, ഇതൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സമാധാനിച്ച് ഇത് ഓർഡർ ചെയ്തത്. എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് വന്നിട്ടൊരു 5 എണ്ണത്തിൻ്റെ ബോക്സാണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം ഇതിനകത്തുണ്ട്, ചെറുത് തൊട്ട് വലുത് വരെയുണ്ട്. അപ്പം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചത്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വരുമ്പം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വരുമ്പോഴും വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോഴും ഞാൻ നമ്മുടെ കവറുണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ, നമ്മൾ വെളിയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കണം, പാലൊക്കെ വാങ്ങിക്കണം, ആ കവറിനകത്ത് ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അതായത് കമ്മലായാലും എന്തായാലും, എൻ്റെ വാച്ചായാലും ക്രീം ആണെങ്കിലും ഓയിൽമെൻ്റ് ആണെങ്കിലും എല്ലാം ഞാൻ അങ്ങനെയായിരുന്നു ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു സമയത്ത് എൻ്റെ ബാഗിനകത്ത് ഒരുപാട് ഓയിൽമെൻറ്റും ഫേസ് വാഷൊക്കെ ലീക്കായി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ചത് വേണോ വേണ്ടയോ എന്ന്. കാരണം ചെറുതാണ്, അപ്പോൾ 2-3 എണ്ണം ഇവിടെ വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ എന്നോർത്ത് അങ്ങനെ സമാധാനിച്ച് വാങ്ങിച്ച സാധനമാണിത്. അപ്പോൾ ഇത് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു. പിന്നെ വഴിയെ അറിയാൻ നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ചെറുതോട്ട് വലുത് വരെയുണ്ട്. ഏറ്റവും ചെറുത് ഇതാണ് കേട്ടോ, ഏറ്റവും ചെറുത് ഇത്രയാണുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബാഗ്. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട്, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളും. ഇതാണ് ഏറ്റവും വലുത്. ഞാനിത് വാങ്ങിച്ചത് 200 രൂപയ്ക്കാണ്. ഫോൺ കവർ വാങ്ങിച്ചത് 190 രൂപയ്ക്കാണ്. അപ്പോൾ 200 രൂപയ്ക്കുള്ള ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ട്, അത് ഉറപ്പാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് വേണ്ട വലുതാണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ ബാഗ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച വലിയ ബാഗിൻ്റെ തൊട്ട് മണ്ടക്കത്തെ ബാഗാണ് കേട്ടോ ഇത്. ഇതിനും അതുപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം പ്രിൻറ്റും പിന്നെ ഇങ്ങനെ പിടിക്കാനൊരു സാധനമൊക്കെ ഉണ്ട്. അതെല്ലാ ബാഗിനും ഉണ്ട് കേട്ടോ. അല്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട്. സ്പേസാണ് ഞാൻ നോക്കിയെടുത്തത്. കാരണം എനിക്കൊരു ഇത് വേണമായിരുന്നു. പിന്നെ 200 രൂപയ്ക്ക് ഈ 5 എണ്ണം കിട്ടുമ്പോൾ ആരാണേലും ലാഭം നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ബാഗിൻ്റെ തൊട്ട് മണ്ടയ്ക്കുള്ള ബാഗ് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും സൈസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സെയിം പ്രിൻറ്റും സെയിം ക്വാളിറ്റിയൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ചെറുതിതാണ്. ഇതാണ് രണ്ടാമത്തെ ചെറുത്. പിന്നെ ഏറ്റവും ചെറുത് ഇതാണ്. എല്ലാം സെയിം തന്നെ, പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം സെയിമാണ്. ക്വാളിറ്റിയും സിബും എല്ലാം സെയിമാണ്. സൈസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. 5 എണ്ണമാണ്. അപ്പോൾ 200 രൂപയ്ക്ക് ഞാൻ ലാഭം കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. 200 രൂപയല്ലേ ഉള്ളൂ, പിന്നെ 5 എണ്ണം കിട്ടുമല്ലോ, അങ്ങനെ വെച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഇതുവരെ ഓക്കെയാണ്, ഇപ്പം നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ്, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് വന്നിട്ട് എന്തോ പ്ലാസ്റ്റിക് പ്രിൻ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വീഡിയോ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വാങ്ങിച്ച സാധനത്തിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ പറ്റി എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുപോലെ തന്നെ വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.